പ്രീത, ഇപ്പൊ ഈ കളമശ്ശേരി, ഈ അടുത്തിടയ്ക്ക് കളമശ്ശേരി പോളിടെക്നിക്കലിന്റെ അവിടുത്തെ ഹോസ്റ്റലിൽ നിന്നല്ലേ, ഹോസ്റ്റലിൽ നിന്ന് ഏതാണ്ട് എത്രയെങ്കിലും കിലോ കഞ്ചാവ് പിടിച്ചതായിട്ട് വാർത്ത വന്നു. അപ്പോ ഈ വാർത്തയിൽ നമ്മൾ കേട്ടത്, നമ്മൾ നടന്ന ആ സംഭവ വികാസങ്ങൾ ആകെ ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ രണ്ട് വിദ്യാർത്ഥി സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഗ്രാമാണ്, അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് കിലോയാണ് എന്ന ഒരു വളരെ അവമതിപ്പുണ്ടാകുന്ന ഒരു ചർച്ചയാണ് ഉണ്ടായത്. അപ്പൊ അതിനെക്കുറിച്ച് ഇന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ട്. MA ബേബി, പഴയ വിദ്യാഭ്യാസ മന്ത്രി, അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അതായത് പല ടെക്നിക്കുകളും പഠിപ്പിക്കുന്ന പോളിടെക്നിക്കിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത ലഹരിയുടെ പുകയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. കേരളത്തിൽ ഇപ്പോഴത്തെ ചർച്ച ലഹരി കേസിൽ ഏതെല്ലാം വിദ്യാർത്ഥി സംഘടനയിൽ എത്ര പേർ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ഇതില് പ്രജിതയ്ക്ക് ഞാൻ ഈ വായിച്ച സ്റ്റേറ്റ്മെന്റില് നിങ്ങളുടെ കയ്യിൽ, SFIക്കാരുടെ കയ്യിൽ ഇരുന്നതിന്റെ അത്ര ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്ന് പത്രസമ്മേളനം നടത്തി പറയുന്ന, അല്ലെങ്കിൽ KSUക്കാരുടെ കയ്യിൽ ഉണ്ടായിരുന്ന അത്ര ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഗതികെട്ട ഭാഷ പറഞ്ഞ SFI എന്ന പാർട്ടിയെ കുറിച്ചും അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നതിനെ കുറിച്ചും നേതാക്കന്മാർ, രണ്ട് പാർട്ടിയിലെ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനെ കുറിച്ചും ഈ സ്റ്റോറി കുറെയെങ്കിലും ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ് പ്രീത. അപ്പൊ ഒന്ന് പറയാമോ, എന്താണ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യം? ഈ സ്റ്റേറ്റ്മെന്റിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ലല്ലോ, അവരെ വിളിപ്പിക്കുക എന്നുള്ളതാണ്. അവരുടെ SFIയിലെ സംഘടന യൂണിറ്റ് സെക്രട്ടറിയിൽ നിന്നാണ് ഈ ഒരു ഇത് പിടികൂടിയിരിക്കുന്നത് എന്ന് അറിഞ്ഞ ഉടൻ SFI സ്റ്റേറ്റ്മെന്റ് ഇറക്കി. അത് ഞങ്ങളുടെ ആളല്ല, ഞങ്ങളുടെ ആളിൽ നിന്നല്ല ഇത് ഇത്രയും പിടികൂടിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. യാതൊരു ബന്ധവുമില്ല. കൈ കഴുകുക എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് ഒരു മാരക വൈറസാണ്, നമ്മുടെ യുവതലമുറയെ ബാധിക്കുന്ന ഒരു വൈറസ് തന്നെയാണ്. അതെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, വീണ്ടും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കുന്നത്, MA ബേബി എന്ന് പറയുന്ന ഒരു മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള മുതിർന്ന CPM നേതാവ് ഇത്തരത്തിലാണോ ഇതിനു വേണ്ടി, ആയിക്കോട്ടെ, പ്രതികരിക്കേണ്ടത് ഇത്തരത്തിലല്ലല്ലോ പ്രതികരിക്കേണ്ടത്. അവരുടെ ഇത് ഞങ്ങളുടെ ആളല്ല എന്ന് പറഞ്ഞ SFI പിന്നീട് ഇയാളെ മാറ്റുകയാണ് ചെയ്തത്, തലസ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് ചെയ്തത്. അപ്പോ എന്തുകൊണ്ട് മാറ്റി? അല്ല, ആ ചർച്ച അങ്ങനത്തെ ചർച്ചയല്ല വേണ്ടത് എന്ന് തന്നെയാണ് ബേബി പറഞ്ഞത്. അല്ലാതെ ബേബി പറഞ്ഞത് എന്താണ്, അവരുടെ കയ്യിലും കിലോ ഉണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഗ്രാമേ ഉള്ളൂ. അല്ല, പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ഒരു ചർച്ചയല്ല ഇവിടെ വേണ്ടത്. ആകെ മൊത്തത്തിൽ ലഹരിയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നത്തെ കുറിച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യാൻ നോക്കൂ. കേരളത്തിൽ ഞങ്ങളുടെ കയ്യിൽ ഗ്രാം, അവരുടെ കയ്യിൽ കിലോ എന്ന ചർച്ച. അതെ, നോക്ക്, ലഹരി കേസിൽ ഏതെല്ലാം വിദ്യാർത്ഥി സംഘടന എത്ര പേർ ഉൾപ്പെട്ടു, കൂടുതൽ ഏത് സംഘടനയിൽ നിന്നുള്ളവരാണ്, ഞങ്ങളുടെ കയ്യിൽ ഇത്ര ഗ്രാമേ ഉള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്നത് ഏതൊരു തരത്തിലാണെങ്കിലും, SFI ആണെങ്കിലും SFIയുടെ നേതാക്കളെയാണ് രണ്ടുപേരെ പിടിച്ചതെന്നാണ് എൻ്റെ ഒരു വിവരം, എനിക്ക് ലഭിച്ച വിവരം. KSUവിൻ്റെ ആളുകളുമുണ്ട്, KSU നേതാക്കളുമുണ്ട്. ഇത് ഒരു ഹോസ്റ്റലിൽ ഒത്തുകൂടി, എന്താ പറയാ, പാർട്ടി ഭേദമന്യേ ഇവർ നടത്തിക്കൊണ്ടുവന്ന ഒരു ബിസിനസ് ആയിട്ടേ ഇതിനെ കണക്കാക്കാൻ കഴിയുള്ളൂ. ഇതിനെതിരെ നേതാക്കൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് കൃത്യമായ രീതിയിൽ ഒരു നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇതിപ്പോ പോലീസ് കർശനമാക്കും നിരീക്ഷണം എന്ന് പറയുന്നു. പോലീസ് എത്രത്തോളം കർശനമാക്കാൻ പറ്റും? ഒരാളെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ പല വീഡിയോസും പുറത്തു വന്ന് കണ്ടിട്ടുണ്ട്, ഈ SFIയുടെയോ CPMന്റെയോ ഏതെങ്കിലും ഒരാളെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അവരെ അവിടെ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ട്, അല്ലേ? നമ്മൾ കഴിഞ്ഞിടക്ക് കണ്ടതല്ലേ, ഇത്തരത്തിൽ മോചിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു വാർത്ത നമ്മൾ വായിച്ചതാണ്. അപ്പോ ഈ കുട്ടികളുടെ കയ്യിൽ ഇത്ര ഗ്രാം ഉണ്ട്, ഇത്ര കിലോഗ്രാം ഉണ്ട് എന്നൊക്കെ ഈ പരസ്പരം ഈ പറയുന്ന നേതാക്കൾ തമ്മിത്തല്ലുന്നതിനേക്കാൾ നല്ലത് ഭരണത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ്. അതെ, ഇപ്പൊ പണിയെടുത്തത് എന്തുകൊണ്ടാണെന്ന് കൂടി ചേട്ടൻ മനസ്സിലാക്കണം. ആ പോളിടെക്നിക്കിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ഐജു തോമസ്, അദ്ദേഹത്തിന് ഈ വരുന്ന ഹോളിയിൽ ഇവിടെ ഇത്തരത്തിൽ ലഹരി ഉപയോഗം നടക്കാൻ സാധ്യതയുണ്ട് എന്നതിന്റെ ഒരു
സൂചന കിട്ടി. അദ്ദേഹം നല്ല നട്ടലുള്ള ഒന്നാന്തരം ഒരു പ്രിൻസിപ്പൽ ആയതുകൊണ്ട് നേരെ പോയി DCPയെ കണ്ടു. DCPയുടെ ഇക്കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കോളേജിൽ നിരീക്ഷണം ഉണ്ടാകണം, ഹോസ്റ്റലിൽ നിരീക്ഷണം ഉണ്ടാകണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ രേഖാമൂലം ഞങ്ങൾക്ക് പരാതി നൽകണം. കാരണം അവസാനം കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വിട്ടുപോകും. അതെ, അതറിയാലോ. അപ്പൊ അതുകൊണ്ട് രേഖാമൂലം പരാതി കൊടുത്തു. എന്നിട്ട് 3ഓ 4ഓ തവണയോ മറ്റോ പോലീസ് റെയ്ഡിന് വരുമ്പോൾ വിളിച്ചിട്ടുണ്ട്. ഇന്ന സമയത്ത് റെയ്ഡിന് എത്തുമെന്ന പ്രിൻസിപ്പലിനെ അറിയിച്ചു. അദ്ദേഹം അതെ നടക്കട്ടെ എന്ന് പറഞ്ഞു. ആ നടന്നപ്പോഴും പോലീസ് ഞെട്ടിപ്പോയി. കാരണം പോലീസ് ഇതൊക്കെ പറഞ്ഞെങ്കിലും പോലീസ് വിചാരിച്ചത് എന്തെങ്കിലും ഒരു ചെറിയ ഗ്രാം പിടികൂടുന്നതാണ്. ഇത് തൂക്കി വെക്കാൻ ത്രാസ് ഉൾപ്പെടെയല്ലേ. ത്രാസ് മാത്രമല്ല, ഗർഭനിരോധന ഉറകൾ ഉൾപ്പെടെ അവിടെ നിന്ന് പിടികൂടി. അത് ആ ഒരു പ്രിൻസിപ്പലിന്റെ ആർജവം കൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യം അവിടെ നിന്ന് സീസ് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിലോ ഈ മാത്രമല്ല, ഒരു കാര്യം കൂടി നമുക്ക് അതിൽ പറയാൻ പറ്റും, ഇതിന്റെ ഷൂട്ട് കറക്റ്റായിട്ട് എല്ലാം കൃത്യമായിട്ട്. അതെ, അത് ചേട്ടൻ പറഞ്ഞതുപോലെ പ്രതിഭ MLAയുടെ മകന്റെ കാര്യമുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് മുമ്പിൽ ഒരു അനുഭവം ഉണ്ടല്ലോ. അതുകൊണ്ട് ഇവര് ചുറ്റും വളഞ്ഞു നിന്ന് ഇവർ ചെയ്യുന്ന ഹോസ്റ്റലിന്റെ മുകളിൽ കയറിയിട്ടാണ് ഇതൊക്കെ കയറുന്നത്. ഇതെല്ലാം ഷൂട്ട് ചെയ്തെടുത്തു. കാരണം അതുകൊണ്ടാണ് അവർ പറഞ്ഞ ആരും ഓടിപ്പോയിട്ടില്ല, ആരും ഇന്നയാളല്ലാണ്ടല്ല, ഇന്ന കാര്യങ്ങളാണെന്ന് പോലീസ് അക്കമിട്ട് പറയുകയാണ് ചെയ്തത്. ആ അക്കമിട്ട് പറഞ്ഞതിലാണ് സർക്കാർ അടക്കം പെട്ടുപോയത്. അതുകൊണ്ടാണ് സോറി അല്ല, അതുകൊണ്ടാണ് ഒരു നേതാക്കന്മാർക്കും ഈ കാര്യങ്ങളൊന്നും പറയാതെ ആദ്യത്തെ ദിവസം ഇവരെല്ലാവരും ഇതിനെ പ്രതിരോധിച്ചു. ഞങ്ങളല്ല, ഞങ്ങളുടെ കൈവശമല്ല, ഇവർ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം മെഡിക്കൽ ഹെൽപ്പ് ഉൾപ്പെടെ എല്ലാം എടുത്തുകൊണ്ട് അക്കമിട്ട് എല്ലാ കാര്യങ്ങളും പോലീസ് മേശപ്പുറത്ത് വെച്ചപ്പോൾ നേതാക്കന്മാർക്കും ഉത്തരമില്ലാതെ ആയിപ്പോയത് കൊണ്ടാണ് ഈ കേസിൽ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ മാറ്റുക പോലും ചെയ്തത്. പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി. ഇതിൽ വേറൊരു കാര്യം നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ പറയുന്ന ഭരണപക്ഷത്തിരിക്കുന്ന വിദ്യാർത്ഥി സംഘടന, ഈ ഭരണപക്ഷത്തുള്ളവരുടെ വിദ്യാർത്ഥി സംഘടനയിലെ പലരെയും സ്റ്റേഷൻ ജാമ്യത്തിലും വിട്ടു. എന്തുകൊണ്ടെന്നറിയൂ, ഇതിന്റെ ഇത്ര ഗ്രാം ആ ഗ്രാം കൃത്യമായി പാവം പോലീസുകാർക്ക് ഒന്ന് തൂക്കം മാറ്റി വെക്കേണ്ടി വന്നതാണ്. അങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തിയിരിക്കുക. ഇല്ല, ഇത് കൃത്യമായി സീസ് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കൂടുതലുണ്ടായത് മറ്റേ പയ്യന്റെ കയ്യിലായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷെ ആ ഗ്രാമിൽ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പോലീസ് പെട്ടുപോയി. ഒരു ഗ്രാം കൂടുതൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റില്ലായിരുന്നു. അവിടെ പോലീസിന് പറ്റിയതല്ല. ഈ പാക്കറ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. 500 രൂപയ്ക്ക് വിളിച്ചു, 250 രൂപയ്ക്കാണെങ്കിലും തരാം. 500 രൂപയ്ക്ക് ഇത്ര ഗ്രാം എന്നുള്ളതാണ് വിൽപ്പനയ്ക്ക് വെച്ചത്. വിൽപ്പനയ്ക്കുള്ള താരിഫ് വരെ റെഡിയാക്കി. ഈ താരിഫ് വരെ റെഡിയാക്കിയിട്ടാണ് വെച്ചിട്ടിരുന്നത്. അപ്പോൾ ഇത്രയും നാൾ അതിനു മുമ്പാണ് നമ്മൾ തന്നെ MDMAയുമായിട്ട് CPMന്റെ ഏരിയ സെക്രട്ടറിയോ ബ്രാഞ്ച് സെക്രട്ടറിയോ മറ്റോ അറസ്റ്റിലായത്. അതിനു മുമ്പ് നമ്മൾ ആലപ്പുഴയിൽ കണ്ട കഞ്ചാവ് നടത്തിയ നേതാക്കന്മാരെ നമ്മൾ അവിടെ ആലപ്പുഴയിലും കണ്ടു, ഇടുക്കിയിലുണ്ട്. പിന്നെ ഈ പറയുന്ന ബിവറേജ് പൂട്ടിയ ദിവസം പിന്നെ കുപ്പി കച്ചവടം ചെയ്ത മറ്റൊരു പാർട്ടിക്കാരനെ കണ്ട. അപ്പൊ ഇത്രയ്ക്കും ദാരിദ്ര്യവാസികളാണോ ഈ പാർട്ടിക്കാര്? ദാരിദ്ര്യവാസമല്ല, അധികം കിട്ടാനുള്ള മോഹം. ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കൂല്ലേ, എങ്ങനെയാണ് ഈ പാർട്ടി ലഹരിക്കെതിരെ നടപടിയെടുക്കുക? ഈ ലഹരിക്കെതിരെ എന്ന് പറഞ്ഞ ഘോരം ഓരോ പ്രസ്ഥാനം ഉണ്ടാക്കി വെച്ചിട്ട് മുന്നിട്ട് നിർത്തിയിട്ട് മാത്രം കാര്യമില്ല. അതിൽ ഇരിക്കാനായിട്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ അവരുടെ കൈയും കാലും കെട്ടിയിടാതിരിക്കും. ഈ സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ ആദ്യ ഭരണകാലത്താണോ വിമുക്തി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. വിമുക്തി എന്ന് പറഞ്ഞ സർക്കാരിന്റെ എക്സൈസിന്റെ. പിന്നീട് വിമുക്തി പോയി അത് മുക്തി നേടി അതങ്ങ് പോയി. പിന്നെ അതിനെ കുറിച്ചൊന്നും യാതൊരു എക്സൈസിനൊന്നും ചെയ്യാൻ പറ്റൂല. പിടിക്കപ്പെടുമ്പോ ഭൂരിഭാഗം ഇവരാണ്, ഭൂരിഭാഗം പാർട്ടിയിലെ ആൾക്കാരാണ്. കൊച്ചു സഖാക്കൾക്കാണെങ്കിൽ കണ്ണും കാതും ഒരു കാര്യം ഞാൻ ഇപ്പോഴാണ് കൂട്ടി വായിച്ചത്. അതായത് കേരളത്തിലെ സഖാക്കൾ കേരളത്തിലെ നേതാക്കൾക്കിടയിൽ ഞങ്ങളുടെ കയ്യിൽ ഗ്രാമാണുള്ളത്, അവരുടെ കയ്യിൽ കിലോ എന്ന് പറഞ്ഞത് കേസുകാരാണ് കേട്ടോ. അതുകൊണ്ടാണ് ബേബി ഇടപെട്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അല്ല ചേട്ടാ, ഇതിൽ അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. ഇതിൽ ഒരു പാർട്ടിയെയും ഞാൻ കൃത്യമായി പറയുന്നില്ല. ഈ പാർട്ടി 2 പാർട്ടിയിലെയും വിദ്യാർത്ഥി സംഘടനകൾ ഇതിൽ പെട്ടില്ലേ?
രണ്ട് പാർട്ടിയിലും വിദ്യാർത്ഥി സംഘടനകൾ പെട്ടില്ലേ? അവരുടെ ഭാവി പോയില്ലേ? ഇനി SFIയുടെ കാര്യം എടുത്ത് നോക്കൂ. കഴിഞ്ഞ ഇടക്കാണ് വിദ്യാർത്ഥിയുടെ ജനനേന്ദ്രിയത്തെ ഡംബൽ തൂക്കി ക്രൂരമായ റാഗിംഗ് നടത്തിയത്. സിദ്ധാർത്ഥന്റെ കാര്യം നമുക്ക് മുമ്പിലുണ്ട്. ഇങ്ങനെ എത്ര കാര്യങ്ങൾ SFI എന്ന് പറയുന്ന സംഘടനയെ നമ്മൾ വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. ക്രൂരനാണ്. അതെ, ഇതെല്ലാം നമ്മൾ എടുത്തു പറയണ്ടേ. അവിടെ അങ്ങനെ ഒരു പ്രവണതയിലേക്ക് ബാക്കി പ്രസ്ഥാനങ്ങളൊന്നും പോകാത്തത് കുറിച്ച് ഒരു പരാതി പോലും നമ്മൾ കേൾക്കുന്നില്ല. കേസുകാരെയൊക്കെ ഉമ്മർ തല്ലി ഓടിക്കുക, അവർക്ക് യൂണിറ്റ് തുടങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ. ഇല്ല, എന്ത് ധാർഷ്ട്യമാണ്. അതായത് നേതാക്കളുടെ അതേ ധാർഷ്ട്യം ഈ വിദ്യാർത്ഥികളിലേക്ക് കാണിച്ചാലും തങ്ങളെ ഒന്നും ചെയ്യാനില്ല. കാര്യം മുഖ്യമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ, അദ്ദേഹം ആ തല്ലി ചതച്ച രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയല്ലേ, അവരെങ്ങനെ ഇത്തരത്തിൽ ചെയ്യാതെ ഇരിക്കും? ചേട്ടൻ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതെല്ലാം ചെയ്തു വരുമ്പോൾ പറയുകയാണ്, നിന്നെ ഒന്നും ഇനി പാർട്ടിക്ക് വേണ്ട, നീയൊന്നും ഇല്ലാത്ത പാർട്ടി മതി, നീയൊന്നും ഇല്ലാതെ അവിടെ വിദ്യാർത്ഥി പ്രസ്ഥാനം നടന്നാ മതി എന്ന് നടന്നാ മതി എന്ന് പാർട്ടി പണ്ടേ രക്ഷപ്പെട്ടു പോയത്. ഇപ്പൊ ഉള്ള ഈ അധസ്ഥിതാവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ഈ പറയുന്ന അധപ്പതിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഇപ്പോൾ ഈ KSUവിൽ പ്രവർത്തിക്കുന്ന എത്ര നല്ല നേതാക്കളെ, വിരലിൽ എണ്ണാവുന്ന നേതാക്കളെ ഉണ്ടാവുള്ളൂ. SFIയുടെ ഒക്കെ വിരലിൽ എണ്ണാവുന്ന നേതാക്കന്മാരെ ഉണ്ടാവുള്ളൂ. ഈ നേതാക്കന്മാർ വന്നിരുന്നൊക്കെ പറയുന്ന കണ്ടിട്ടില്ലേ, ചതുര വടിവൊത്ത ഭാഷയിൽ എങ്ങും തൊടാതെ കുറെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടുവരും. അത് മാത്രമാണ് ഇത്. ഞാൻ അതിനൊരു കാര്യം കണ്ടെന്താ പറയുക, ഒരു കോൺക്ലേവ് നടത്തുകയാണ്. നാഷണൽ കോൺക്ലേവ് ആണ്, നാഷണലായ ഇന്റർനാഷണൽ ആണോ എന്നറിയില്ല. ഒരു കോൺക്ലേവ് നടക്കുകയാണ്. ഇതിൽ അണ്ണാമലയുണ്ട്, BJP, ബ്രിട്ടാസ് ഉണ്ട്, മറ്റ് നേതാക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതൊരു കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ ബ്രിട്ടാസ് ഒരു കാര്യം കാണാപ്പാഠം പഠിച്ചിട്ട് പറയുകയാണ്. അപ്പോൾ ചോദ്യകർത്താവ് ചോദിക്കുന്നുണ്ട്, സാർ അതല്ല ഞങ്ങളുടെ വിഷയം, ഇങ്ങനെയാണ്, ഈ കാര്യത്തെ കുറിച്ചാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ബ്രിട്ടാസ് എന്നിട്ട് വീണ്ടും പറയുന്നു. അപ്പൊ അണ്ണാമലൈ അതിന് തിരിച്ച് ഉത്തരം പറയുന്നു. എന്നിട്ടും ബ്രിട്ടാസ് അതേ ഉത്തരം പറഞ്ഞിട്ട് ഇതിങ്ങനെ ഇരുന്ന് കാണിക്കും. ഇതൊന്നും ഞാൻ കേൾക്കൂല, ഞാൻ ഈ പഠിച്ചതേ പാടുള്ളൂ, ഇങ്ങനെയാ കാണിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു നാഷണൽ കോൺക്ലേവിൽ പോയിട്ട് എത്രയും പേര് പങ്കെടുക്കുന്ന, അതായത് നല്ല ബുദ്ധിയുള്ള ആളുകളുടെ മുമ്പിൽ പോയിട്ട് അപഹാസ്യനാവുകയാണ്. അതേ ധാർഷ്ട്യമാണ് ഈ പിന്തുടർന്ന് വരുന്നവരും കാണിക്കുന്നത്. അതെ, അങ്ങനെയാണല്ലോ വേണ്ടത്, അങ്ങനെയാണ് വേണ്ടത്. എന്തായാലും ഇവരൊക്കെ അവിടെ മൂത്ത് നിറച്ച് അവിടെ ഇരിക്കും. പക്ഷെ വരുന്ന വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങുന്ന ഒരവസ്ഥയുണ്ട് അല്ലെ? ഈ പഠനം മുടങ്ങുന്നു, അവർ മറ്റൊരു ഭാവി തന്നെ പോകുന്ന. ഈ പാവം പിടിച്ച അച്ഛനും അമ്മ ഇതെല്ലാം അറിയുന്നുണ്ടോ? ഈ ചെക്കന്മാരെ പഠിക്കാനായിട്ട് പറഞ്ഞു വെച്ചു. വീട്ടിൽ നിന്ന് അവധിക്ക് ചെല്ലുമ്പോൾ പോലും പാവം അമ്മയ്ക്ക് പോലും ഒന്നും ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരൊക്കെ വലിയ ആൾക്കാരങ്ങ് ആയി. ഇതുപോലെയുള്ള മക്കളാണെന്നേ അമ്മയ്ക്ക് നേരെ കാമപ്രാന്തമായി കയറി ചെന്നിട്ടുള്ളത്. അങ്ങനെ കണ്ട് ലോകം പെങ്ങന്മാരുടെ നേരെ ചെന്നിട്ടുള്ളത്, ഈ കൊല്ലുന്നത്, ഒരുത്തരും ഭ്രാന്തളകിയല്ലേ എല്ലാത്തിനെയും ഓടി നടന്നു പോകുന്നത്. ഇതൊക്കെ ഇതിന്റെ ലഹരിയുടെ വിപത്താണ്. ഇതിനെതിരെ കൃത്യമായൊരു നടപടി എടുക്കണമെങ്കിൽ ആർജവമുള്ള ഒരു ഭരണകൂടം വേണം. കഴുത്തറ്റം മുങ്ങി മൂക്കും മുങ്ങി അങ്ങ് തീരാറാകുന്ന സന്ദർഭത്തിൽ ഇനി എന്ത് ചെയ്തിട്ടാണ്? ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇനിയിപ്പോ ഒരു ഡീലിങ്ങിലൂടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങലിലൂടെ ഭരണത്തിലേക്ക് വരാമോ എന്നുള്ളതാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഏതായാലും ബേബി സംസാരിച്ചത് തങ്ങളുടെ ഭാഗത്തെ രക്ഷിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. ഗ്രാമും കിലോയും തമ്മിലുള്ള തർക്കമാണ് നടക്കുന്നതെന്ന് ബേബി പറയുമ്പോൾ ലഹരിയെ പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യണമെന്നൊരു സന്ദേശം അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല. അതായത് ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഗ്രാമാണോ വലുത്, കിലോയാണോ വലുത് എന്നുള്ളതാണ് ബേബി സഖാവിന്റെ വാക്ക് കേട്ടാൽ തോന്നുക. എന്താ ഒരു സ്നേഹം അല്ലേ? അതെ.